ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് എന്നോട് കൂടെ ഇരുന്ന ദൈവ സാന്നിധ്യം ഇന്ന് ഇതുപോലെ നിങ്ങൾ കാണുന്ന അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. ഒരു കൂട്ടം മുസ്ലിങ്ങളെ നിത്യജീവനെങ്കിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവം അതെ അന്ന് എന്നോട് കൂടെ ഇരുന്ന് ഇതുവരെ ഇവനെ നടത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നാടോടികളിൽ നിന്ന് ഉപദ്രവമുണ്ടായി. അവിടെ നിന്ന് ഓടിപ്പോയി 6 മാസം ഒരു വനത്തിൽ കിടന്നു. ഈ സമയത്തൊക്കെ എന്നെ അന്വേഷിച്ച് നടക്കുന്ന എന്നെ കടന്നു പോകുന്ന ബന്ധുക്കൾക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോഴേ ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞ പ്രൈസ് ദൈവം പറഞ്ഞ ആലോചനയുടെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നത്. 6 മാസം പകലെല്ലാം തെരുവിലൂടെ ഭിക്ഷയയച്ച് നടന്നിട്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. അവർ കാണാതെ തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര ഡാമെന്നും അരുവിക്കര എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട്. ഈ അരുവിക്കര ഡാമിന്റെ അടുത്ത് കോവിലും അതിനോട് ചേർന്ന് നിറയെ കാടും ഒക്കെ കിടപ്പുണ്ട്. വാട്ടർ അതോറിറ്റിയോട് ചേർന്ന് അവിടെയെങ്ങും ഒരു മനുഷ്യജീവിയും വരത്തില്ല. രാത്രിയാകുമ്പോൾ ഇവിടെ കയറി കിടക്കും. ഹല്ലേലൂയ. ദൈവം എന്നോട് പറഞ്ഞു, മരണകരമായി എന്ത് കടിച്ചാലും നിന്റെ പ്രാണന് ഹാനി വരത്തില്ലെന്ന്. എന്നെ തേളും തേരട്ടയും ക്ഷുദ്രജീവികളും കടിക്കും, ഒന്നും സംഭവിക്കത്തില്ല. പ്രൈസ് വേദനയുണ്ടാകും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ബാധിക്കില്ലെന്ന് പറഞ്ഞു. 6 മാസം അങ്ങനെ പോയി. ഒരു ദിവസം രാത്രിയിൽ എന്റെ മുൻപിൽ എന്തോ ചീറ്റുന്നുണ്ട്, എന്തോ തിങ്ങി പ്രൈസിലോട് ഇങ്ങനെ മിന്നി വിളങ്ങുന്നുണ്ട്. അതിങ്ങനെ എന്റെ മുൻപിൽ ചുറ്റി വളയുകയാണ്. എന്നെ കൊത്താൻ വരുന്ന പോലെ തോന്നി. സർപ്പമാണെന്ന് മനസ്സിലായി. ഞാൻ മഴ പെയ്യുന്നോണ്ട് ഒരു സർപ്പക്കാവ് പോലെ ഇരിക്കുന്ന ഒരു വള്ളിക്കൂടിന്റെ ഇടയിലോട്ട് കയറിയിരുന്നു. അപ്പോഴേ ഈ സംഭവം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദൈവം തന്റെ ശിഷ്യന്മാർക്ക് ഹല്ലേലൂയ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നെങ്കിൽ ഈ അധികാരം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. ഇങ്ങനെ പറയുമ്പോൾ ഈ സർപ്പം എങ്ങോട്ടോ പോയി. രാവിലെ ഞാൻ ഇറങ്ങി നടന്നു. രാത്രി ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് രാത്രി പ്രവാസകാലം തീർന്നെന്ന്. രാവിലെ ഞാൻ ഇറങ്ങി നടക്കുമ്പോൾ ഹല്ലേലൂയ ഡ്രമ്മ് കൊട്ടി പാടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. എനിക്ക് തോന്നി എവിടെയോ ആരാധന നടക്കുക. ഞാൻ അങ്ങോട്ടേക്ക് ഇഴഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചെല്ലുമ്പോൾ ഒരു വീടിന്റെ വരാന്തയിൽ വെച്ച് ഒരു സാധുവായ ദൈവദാസൻ, നല്ല പ്രായമുള്ളൊരു ദൈവദാസൻ ആരാധന നടത്തുന്നു. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ അടുത്തേക്ക് എത്തിയതും അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് ഭ്രാന്തില്ല, സുബോധമുണ്ട്, നിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ പറഞ്ഞു, കുഞ്ഞെ, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു മുഖം ഒരു സർപ്പക്കാവിൽ പിടിപെട്ട് കിടക്കുന്നത് ഞാൻ ദർശനത്തിൽ കണ്ടു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനപ്പോൾ എന്റെ ദൈവത്തിന്റെ സ്നേഹമോർത്ത് കരയാൻ തുടങ്ങി. കാരണം എന്നെ എല്ലാവരും മറന്നു കളഞ്ഞിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ പാർപ്പിച്ചവര് എന്ത് വന്നാലും മുസ്ലിങ്ങളെല്ലാം കൂടെ വന്നാലും ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഞങ്ങൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനേകരുടെ മുൻപിൽ പ്രയോജനപ്പെടുത്താൻ തക്കവണ്ണം നിനക്ക് സംരക്ഷണം തരാമെന്ന് വാക്കു പറഞ്ഞവർ, എന്നെ സ്നേഹിച്ചവർ, കൂടെ ഇരുന്നവർ, എന്നെ പ്രസവിച്ച മാതാവ്, എന്റെ വീട്ടുകാരെല്ലാം മറന്നപ്പോഴും, മരിച്ചെവിടെയോ ഏതോ സ്ഥലത്ത് അവൾ നാമാവിശേഷമായി പോയി എന്ന് ചിന്തിച്ചിരുന്നപ്പോഴും എന്റെ ദൈവം എന്നെ കണ്ടുകൊണ്ടേയിരുന്നു. അവൻ എന്നോട് കൂടെ ഇരുന്നു. അവൻ ഇടപെടേണ്ടവർ ഇടപെട്ടുകൊണ്ടിരുന്നു. എന്നെ കുറിച്ച് വെളിപ്പെടുത്തേണ്ടവർ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ ദൈവദാസൻ തന്റെ പെൺമക്കളെ വിളിച്ചു, ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിന് എന്ന പോലെ ഇവൾക്ക് ശുശ്രൂഷ ചെയ്യണം. ഇല്ലെങ്കിൽ കർത്താവ് പറയും, നഗ്നനായി ഞാൻ നിന്റെ മുൻപിൽ വന്നു, നീ എന്നെ ഉടുപ്പിച്ചില്ല, വിശന്നു വന്നു, നീ എന്നെ ഭക്ഷിപ്പിച്ചില്ലെന്ന് പറയും. അതിന് ഇടവരുത്തല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്നെ സംരക്ഷിച്ചു. അവരോടൊപ്പം അനേകം നാൾ പാർപ്പിച്ചു. അവർ ദൂരദേശത്തേക്ക് പോകുമ്പോൾ എന്നെ ഒരു അനാഥശാലയിൽ വിട്ടിട്ട് പോയി. ഈ അനാഥശാലയിൽ ആയിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെ അടക്കി ദാവീദിന് സ്വസ്ഥത കൊടുത്തതുപോലെ ഞാൻ സ്വസ്ഥത തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ പിതാവ് നിന്നെ തള്ളിക്കളഞ്ഞ് ഉപദ്രവിച്ചു, വേണ്ടെന്ന് വെച്ചെങ്കിൽ നിനക്ക് വേണ്ടി മാത്രമായി ഒരു പിതാവിനെ ഞാൻ കരുതുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കാൻ അഡ്മിഷൻ കിട്ടി. പെരുക്കട ഫെയ്ത്ത് സെന്ററിൽ IPCയുടെ ബൈബിൾ കോളേജാണ്. KC തോമസ് സാർ അവർ നടത്തുന്ന ബൈബിൾ കോളേജ്. എന്നാൽ എനിക്ക് പോയി വരണം ദിവസവും. സഹായിക്കാൻ ആരുമില്ല. അനാഥശാല വിശ്വാസത്തിൽ നടത്തുന്നതാ. അപ്പോഴാണ് ദൈവം പറഞ്ഞ പിതാവ് എന്നെ തേടി വന്നത്. അദ്ദേഹത്തിന് അന്ന് 60 വയസ്സുണ്ട്. ജീവിതം മുഴുവൻ കർത്താവ് ദർശനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിന് വേണ്ടി കൊടുത്തു. അനാഥർക്കും അഗതികൾക്കും ഒരു പിതാവായി തീരാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. തന്റെ സമ്പത്ത് മുഴുവൻ അഗതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പ്രൈസ് താനും അവരെ പോലെ ഒരുവനായി തീർന്നു. അയാളെ കണ്ടാൽ, ആ മനുഷ്യനെ കണ്ടാൽ ഒരു പിച്ചക്കാരനെന്നേ തോന്നത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്നും അദ്ദേഹത്തിന്റെ വേഷം അതാ. അദ്ദേഹം ഇന്നും എന്റെ പിതാവാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം അദ്ദേഹം ബൈബിൾ കോളേജിൽ എന്നെ അന്വേഷിച്ചു വന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ എന്റെ മകളായിട്ട് ഏറ്റെടുത്തോളാൻ ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ.
അന്ന് മുതൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. പ്രൈസ് ലോർഡ്. വസ്ത്രങ്ങളും ഒക്കെ എനിക്ക് മേടിച്ചു തന്നു. ഹല്ലേലൂയ. എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ അഡ്മിഷൻ ഫീസൊക്കെ അദ്ദേഹം തന്നു. എനിക്ക് വേണ്ടുന്ന ചിലവുകളെല്ലാം അദ്ദേഹം വഹിച്ചു. മറ്റു വേണ്ടുന്ന വിദ്യാഭ്യാസം തന്നു. എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ ആഗ്രഹമുണ്ടോ അതെല്ലാം ഒരു പിതാവ് മകളെ സ്നേഹിക്കുന്നത് പോലെ നിവർത്തിച്ചു കൊടുക്കുന്ന പോലെ എനിക്ക് നിവർത്തിച്ചു തന്നു. ഞാൻ പ്രൈസ് ലോർഡ് ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇദ്ദേഹം കൊണ്ടുവരുന്ന അനാഥ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ അമ്മയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇദ്ദേഹം ഒത്തിരി അനാഥ കുട്ടികളെ കൊണ്ടുവരും. അവരെ ശുശ്രൂഷിക്കും, അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ഒരുക്കി കൊടുക്കും. ആ കുഞ്ഞുങ്ങൾ എന്നെക്കാളും പ്രായമുള്ള വിധവമാരായ സ്ത്രീകൾ, അനാഥരായ പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ എന്നെ അമ്മയെ അമ്മയെ എന്ന് വിളിക്കും. ഈ അനുഭവത്തിൽ ദൈവം എന്നെ മാനിച്ചു. അനേകം അനാഥർക്കും അഗതികൾക്കും അതേ സഹായമാകുവാൻ, അതേ അവരെ താങ്ങുവാൻ, അതേ ഹല്ലേലൂയ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ എന്തൊക്കെ അനുഭവിച്ചോ ആ അനുഭവത്തിലൂടെ പ്രൈസിലൂടെ ഹല്ലേലൂയ വന്നിട്ടുള്ളവരെ എല്ലാം അതേ താങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതെ, അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൊരു വ്യക്തിയെ കൊണ്ട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എന്റെ നാട്ടിൽ നിന്നൊരു വ്യക്തി അവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നത് ഞാൻ കണ്ടു. അവരെന്നെ കണ്ടോന്നെ ഓടി വന്നിട്ട് പറഞ്ഞു, അതെ നീ ഇന്ന വ്യക്തിയല്ലേ, നിന്റെ വീട്ടിലോട്ടൊന്ന് പോകാത്ത എന്താ? നിന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി, എന്താന്ന് ഞാൻ ചോദിക്കുമ്പോൾ അവരെ ഡോക്ടർ വിളിച്ചുകൊണ്ട് അവർ കയറിപ്പോയി. പിന്നെ ഞാൻ അവരെ കണ്ടില്ല. ഞാൻ വന്നിരുന്ന് എന്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതെ ഏലിയാവിനെ കർമ്മേലിന്റെ മുകളിൽ നിർത്തി ഇസ്രായേലിൽ ജീവിക്കുന്ന ദൈവം ഞാനാണെന്ന് വെളിപ്പെടുത്തിയതുപോലെ നിന്നെ കൊണ്ട് നിന്റെ ദേശത്ത് നിന്റെ ജനത്തിന്റെ നടുവിൽ ഞാൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ പോകാൻ തയ്യാറായിക്കൊള്ളാൻ. ഹല്ലേലൂയ. എനിക്കപ്പോ ഭയം തോന്നി. ഞാൻ പറഞ്ഞു, കർത്താവേ അതെങ്ങനെയാ, എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, നീ പോകണം. രാവിലെ ആകുമ്പോൾ ഈ മിഷണറി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞെങ്കിൽ അത് നീ അനുസരിക്കണം, അത് പറയാനാ ഞാൻ വന്നതെന്ന്. എനിക്ക് പോകേണ്ട സപ്പോർട്ട് ചെയ്തു തന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്ന മണിമാളിക അവിടെ ഇല്ല. ഹല്ലേലൂയ. പ്രൈസിലൂടെ എന്റെ പിതാവിന് വേണ്ടാതെ തള്ളിക്കളഞ്ഞിട്ടുന്ന ഒരേക്കർ പാറക്കെട്ട് ആറ്റിന്റെ ഇക്കരയുണ്ട്. ആ സ്ഥലത്ത് ഒരു ഓല ഷെഡ് ഉണ്ട്. പ്രൈസിലൂടെ ഞാൻ ഇക്കരെ വന്ന് നോക്കുമ്പോൾ പ്രൈസിലൂടെ ഞാൻ അക്കരെ കയറി വന്ന് ഈ ഓല ഷെഡിന്റെ അരികത്തേക്ക് വരികയാണ്. എന്റെ ചിന്ത, എന്റെ പിതാവ് അനുവദിച്ചത് കൊണ്ട് പഞ്ചായത്തുകാര് ഏതോ പാവങ്ങൾക്ക് ഒരു ഷെഡ് കെട്ടി കൊടുത്തതാ താമസിക്കാൻ. എന്നാൽ അവരോടൊന്ന് ചോദിക്കാൻ എന്റെ പിതാവും എന്റെ മാതാവും സഹോദരങ്ങളും എവിടെ അവരെ എന്ന് ചിന്തിച്ച് കയറി ചെല്ലുമ്പോൾ കാട് പിടിച്ച് കിടപ്പുണ്ട് ഇതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ. ഈ പാറക്കെട്ട് കൃഷി ചെയ്യാൻ കൊള്ളാത്തോണ്ട് തള്ളിക്കളഞ്ഞ ഒത്തിരി ഭൂസ്വത്തുക്കളുണ്ട്. പിതാവ് കൃഷി ചെയ്യാൻ ഓരോരുത്തർക്കായിട്ട് പാട്ടം കൊടുത്തിരുന്നു തന്റെ ഭൂമികൾ. എന്നാൽ ഇത് മാത്രം ആരും ഏറ്റെടുക്കത്തില്ല, അതുകൊണ്ട് വേണ്ടാതെ കിട്ടുന്നതാ. ഞാൻ അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഓലക്കീറിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഓലക്കീറിൽ ഒരു അസ്ഥി പഞ്ചരം മലമൂത്ര വിസർജനത്തിൽ നിറഞ്ഞ് ഈച്ച പൊതിഞ്ഞ് കിടപ്പുണ്ട്. ഹല്ലേലൂയ. എന്നെ കണ്ടിട്ട് അയൽവക്കത്തുള്ള ചില വ്യക്തികൾ അവിടെ വന്നിട്ട് പറഞ്ഞു, നീ ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണോ? ഞാൻ പറഞ്ഞു, ഇല്ല, ഒന്നും അറിഞ്ഞില്ല, ഇത് എന്താ? പറഞ്ഞു, ഞാൻ കിടക്കുന്ന സൂക്ഷിച്ചു നോക്കി നിന്റെ പിതാവാ. ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ചോദിച്ചു, ഞാനിങ്ങനെ ചോദിച്ചു, എന്റെ ഉമ്മ എവിടെ, സഹോദരങ്ങൾ എവിടെ? ഉമ്മയെ കാണാനില്ല, അവർ ഭ്രാന്തിയായിട്ട് ഓടി നടക്കുന്ന കണ്ടിട്ടുണ്ട്. എവിടെ കിടക്കുകയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അടുത്തോട്ട് തന്നെ എന്തെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചെന്നാ അവർ ഞങ്ങളെ കൂടെ ഉപദ്രവിച്ചിട്ട് ഓടിപ്പോകൊണ്ട് ഞങ്ങളാരും അവരുടെ അടുത്ത് പോകത്തില്ല. സഹോദരങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയൊക്കെ കാണുമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കരമായി ഭാരം തോന്നി. അപ്പോൾ അവരെന്നോട് ചോദിക്കുകയാണ്, അതെ നീ ഏതോ ക്രിസ്ത്യാനിയുടെ കൂടെ ആണെന്നോ ഒക്കെ നിന്റെ പിതാവ് പറഞ്ഞല്ലോ, അതെ നിനക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലേ, ഭർത്താവില്ലേ? ഞാൻ പറഞ്ഞു, അതേ പ്രൈസിലൂടെ ഞാൻ പോയതൊരു ക്രിസ്ത്യാനിയുടെ കൂടെയല്ല, ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിന്റെ കൂടെയാണ്. ആ ദൈവം എന്നോട് കൂടെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ആ ദേശത്ത് വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദേശത്ത് ഏതോ ഒരു മൂലയിൽ നദിയോട് ചേർന്ന അതേ പ്രേസിലെ കൈതക്കാട്ടിൽ കിടക്കുന്ന എന്റെ ഉമ്മായുടെ ഉള്ളത്തിൽ ഇരിക്കുന്ന അവരെ ഭ്രാന്തിയാക്കി വെച്ചിരിക്കുന്ന പിശാച് യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞിട്ട് അലറി വിളിക്കാൻ തുടങ്ങി. നാട്ടുകാരനോട് പറഞ്ഞു, ആ അലർന്നത് നിന്റെ ഉമ്മയാണ്. പ്രേസിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ആ അലർച്ച ഇങ്ങനെയാണ്, ഭയം അലറുകയാണ്. അയ്യോ തീയാണേ, അയ്യോ തീകോളമാണേ, ഞാൻ പൊയ്ക്കൊള്ളാമേ, നീ എന്റെ അടുത്തോട്ട് വരരുതേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പ്രൈസിലൂടെ ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ ഉദ്ധരിപ്പിച്ചു. ഞാൻ ഒരൊറ്റ കുതിപ്പിനെ അവിടേക്ക് ഓടിച്ചെന്നു. എന്റെ മാതാവിനെ പിടിച്ചു വലിച്ചിറക്കി കൊണ്ടുവന്നു. നാട്ടുകാരനോട് ചോദിച്ചു, ഇതെന്തൊരു ശക്തിയാ കൊച്ചേ, ഞങ്ങളെ കാണുമ്പോൾ ഓടിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ എന്തിനാ മിണ്ടാതെ? ഞങ്ങളെ കണ്ടിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർക്ക്, എന്താ ഇതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല, കാരണം പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറഞ്ഞു നിന്നിരുന്നു. ഇവരെ കൊണ്ടുവന്ന് ഓലഷെഡിന്റെ മുറ്റത്തിരുത്തി അതേ ശക്തിയിൽ അതേ സാന്നിധ്യത്തിൽ ഞാൻ ഇരുന്നു. രണ്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നുള്ള ചിന്തയൊക്കെ ഞാൻ മറന്നുപോയി. പരിസരബോധം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിലുള്ള ചിന്ത മാത്രമായി ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ നീ ദൈവമാണെന്നും നിന്നിൽ അത്ഭുതങ്ങൾ നിന്നാൽ നടക്കുമെന്നും ഈ ജനം അറിയേണ്ടതിന് ഞാൻ നിന്നെ സ്വീകരിച്ചതാണെന്നും കൂടെ വിശ്വസിക്കേണ്ടതിന് അതെ ഇപ്പോൾ നീ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മാതാവ് സുബോധത്തോടെ ചാടി എഴുന്നേൽക്കുന്നതായി കണ്ടു.
Praise the Lord. Hallelujah. Hallelujah.